ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഡിഫറെൻറ്റ് പ്രിൻസസിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ഞാൻ കുറേ പ്രാവശ്യം അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ പിന്നെയും കോപ്പറേറ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇടുന്ന കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇടണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അത് ഇടാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അത് കോപ്പറേറ്റ് വന്ന് പോകുന്നതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് പുതിയ ഡ്രാമ വെച്ച് തുടങ്ങാം. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മഞ്ഞുള്ള ഒരു പ്രദേശത്തിൽ കുറേ ആളുകൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വ്യൂസിൽ നമ്മളോട് കഥ പറയുകയാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ 5 ക്ലാനുകളും നോർത്തിലുണ്ടായിരുന്ന സോൾ പാലസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അവിടെയുള്ളവരെ ആക്രമിച്ച് കീഴടക്കി അടച്ചു വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ക്ലാനുകൾക്ക് സമാധാനം കിട്ടാൻ തുടങ്ങിയത്. പകലുണ്ടെങ്കിൽ രാത്രിയുമുണ്ട്. അതുപോലെ അവരൊരിക്കലും ഇവരെ ആക്രമിക്കാൻ വരുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് 5 ക്ലാനിലെയും പിന്തുടർച്ചക്കാർ ഈ സ്ഥലം സംരക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ വൂഡൻ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലം കാണിക്കുകയാണ്. ഇവന്റെ പേര് സിയോഹൻ. ഇവനാണ് നമ്മുടെ ഹീറോ. ഇപ്പോൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ 9ാമത്തെ വയസ്സിൽ ഇവന്റെ പവർ കണ്ടിട്ട് ഡ്യൂക്ക് മാസ്റ്ററി ലോഡ്സിന്റെ യങ് മാസ്റ്ററായിട്ട് ഇവനെ സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡാർക്ക്നെസ് വന്നു. അവന്റെ അമ്മയടക്കമുള്ള 5 ക്ലാനും നോർത്തിലേക്ക് പോയി. അതിനുശേഷം എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ തിരിച്ചു വന്ന ഹീറോയുടെ അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോയുടെ ചെറുപ്പത്തിൽ ഹീറോയുടെ അമ്മ തിരിച്ചു വന്നതിന് ശേഷം അവൻ്റെ അടുത്തൊരു മോതിരം കൊടുക്കുകയാണ്. ഇതൊരിക്കലും നീ കയ്യിൽ നിന്ന് ഊരാൻ പാടില്ലെന്ന് അവനോട് പറയുകയാണ്. എന്നാൽ ഹീറോയും നിങ്ങൾ എന്നെ വിട്ട് പോവില്ലെന്ന് എനിക്ക് വാക്കുതായെന്നും പറഞ്ഞ് ഹീറോ കരയുകയാണ്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഹീറോയുടെ അമ്മയെ സഭയിൽ വെച്ച് നോർത്തിൽ നിന്ന് കൊണ്ടുവന്ന ട്രഷർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് 5 ക്ലാനും ദ്രോഹം ചെയ്തെന്നില്ല പറയുന്നത്. പിന്നെ ട്രഷർ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ സോൾ പാലസിൽ ചെന്ന് അന്വേഷിക്കുക. ആ ട്രഷർ എവിടെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവളെ ഫോഴ്സ് ചെയ്യിക്കുകയാണ്. ഹീറോയുടെ അമ്മ, എനിക്ക് നിങ്ങളോടൊരു ഇൻഫർമേഷൻ പറയാനുണ്ട്. നോർത്തിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ ലീഡറിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ്. ലീഡറിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഡാർക്ക്നെസ് ഉടനെ തന്നെ വരാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ്. ഇതും കണ്ടുകൊണ്ട് ഹീറോ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവൻ വാവിട്ട് കരയുകയാണ്. എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം എനിക്ക് കണ്ടുപിടിക്കണം. അതുമാത്രമല്ല അന്ന് നോർത്തിൽ നടന്നത് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് തുടർച്ചയായിട്ട് 7 വർഷങ്ങളായി ഞാൻ ഈ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ പറയുകയാണ്. ഹീറോ അവൻ്റെ മാർഷൽ പവർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പവറിലും അവൻ്റെ കയ്യിലുള്ള ഒരു മോതിരത്തിലേക്ക് പോകുന്നതായി കാണിക്കുകയാണ്. ഈ 7 വർഷങ്ങളായിട്ട് ഞാൻ എത്രയൊക്കെ എൻ്റെ പവർ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിച്ചാലും കുറച്ച് പോലും അത് ഇമ്പ്രൂവ് ആയിട്ടില്ല. ഇപ്പോൾ സ്റ്റുഡൻസിനെല്ലാം പവർ ടെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാം പവർ വളരെയധികം കൂടുതലാണ്. എന്നാൽ അതേസമയം ഹീറോ അവിടേക്ക് വരികയാണ്. ഹീറോ അവൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം കുറവാണ്, എല്ലാവരെക്കാളും കുറവാണ്. ഇത് കണ്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം അവനെ നോക്കി ചിരിക്കുമ്പോൾ ഒരു പെണ്ണ് മാത്രം അവൻ്റെ അവസ്ഥ കണ്ട് വിഷമിക്കുകയാണ്. അവളുടെ പേര് സിയ സൂണർ. അടുത്തത് അവളാണ് അവളുടെ പവർ ടെസ്റ്റ് ചെയ്യേണ്ടത്. അവൾ ചെന്ന് അവളുടെ പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവളുടെ പവറും ഹീറോയേക്കാൾ വളരെയധികം കൂടുതലാണ്. അതൊക്കെ കഴിഞ്ഞ് അവൾ നേരെ ഹീറോ അടുത്തേക്ക് വരികയാണ്. അവൻ്റെ കയ്യിൽ പിടിച്ച്, സീനിയർ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വലിയൊരു ഫൈറ്ററായി മാറും. സീനിയറോ, നീ എന്നെക്കാളും പവർഫുള്ളാണ്. ആ സ്ഥാനമൊക്കെ എനിക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഹീറോ മുന്നിലേക്ക് നടക്കുകയാണ്. എന്നാൽ അവൾ നിങ്ങളെ കൊണ്ട് ഉറപ്പായും ഒരു ദിവസം സാധിക്കുമെന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവൻ്റെ പുറകെ ചെല്ലുകയാണ്. ഹീറോ എപ്പോഴത്തെയും പോലെ ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ്റെ അടുത്ത് ആ പെണ്ണും നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് കുറേ സ്റ്റുഡൻസ് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ബുള്ളി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഞങ്ങൾ അത്രയും പവർഫുൾ ആവാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. നീ എന്തിനാ വെറുതെ സമയം കളയുന്നതെന്നും ചോദിച്ച് അവനെ കളിയാക്കുകയാണ്. ഇത് കേട്ട സിയൂസ് ഓണർ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവന്മാർക്ക് അത് ഇഷ്ടപ്പെടാതെ അവനെ തല്ലാൻ വേണ്ടി വരികയാണ്. ഈ പെണ്ണിൻ്റെ പുറകിൽ നിന്നാണ് നീ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേർ വാ എന്നും പറഞ്ഞ് അവൻ ഹീറോയെ അടിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഹീറോയും അവൻ പറയുന്നതൊന്നും സഹിക്കാൻ സാധിക്കാതെ അവൻ്റെ മുഖത്ത് തന്നെ ഒരു കുത്തു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ നിസ്സാരമായിട്ട് അത് തടയുകയാണ്. നിന്റെ പവർക്ക് വെറും കൊച്ചുകുട്ടികളുടെ പവറാണല്ലോ എന്നും പറഞ്ഞ് അവനെ കളിയാക്കുമ്പോൾ ഹീറോ മറ്റേ കൈ കൊണ്ട് അവൻ്റെ മുഖത്തൊരു കുത്തു കൊടുത്തിട്ട് അവന്മാരെല്ലാം വരുന്നതിന് മുമ്പ് ഹീറോ അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവൻ നേരെ ഓടിച്ചെല്ലുന്ന അവൻ്റെ വീട്ടിലേക്കാണ്. അവൻ്റെ വീട്ടിൽ ചെന്ന് ആ ഡോറൊക്കെ അടച്ചതിന് ശേഷം അവൻ നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നെ ടൈഗർ പവർ ട്രെയിൻ ചെയ്യിക്കുക, എന്നെ ബുള്ളി ചെയ്തവരേക്ക് എനിക്ക് തിരിച്ചടിക്കണമെന്ന് പറയുകയാണ്. നിന്നെക്കൊണ്ടത് പഠിക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ടത് പഠിക്കാൻ സാധിക്കില്ല. നിങ്ങളെങ്ങനെയാണ് പറയുന്നത്? അമ്മ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ശക്തിയെല്ലാം നശിപ്പിച്ച് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ? എനിക്കതുപോലെ ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം എനിക്ക് കണ്ടുപിടിക്കണം. ഉറപ്പായും ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. അവൻ്റെ അച്ഛൻ ദേഷ്യം വന്നിട്ട് അവനെ മുട്ടുകുത്തിയിരിക്കാൻ പറയുകയാണ്. പോയി വടിയെടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവൻ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് തന്നെ ആ വടിയെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. വടിയെടുത്ത് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അവനെ തല്ലുകയാണ്. സിയോ ഫാമിലിയുടെ യങ് മാസ്റ്ററായി നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഫാമിലിയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കണമെന്നും പറഞ്ഞ് അവന് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇനി നീ തന്നെ നിൻ്റെ കൈ അടിക്കാൻ പറഞ്ഞ് അവൻ്റെ അച്ഛൻ അവിടെ വന്ന് പോവുകയാണ്. ഹീറോയും വളരെയധികം ദേഷ്യത്തിൽ അവൻ്റെ കൈക്കിട്ട് അവൻ തന്നെ അടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ഹീറോ എപ്പോഴും ഉള്ളതുപോലെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിയോസൂണും അവൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അതേസമയം ഒരു പ്രായമുള്ള ഒരാൾ അങ്ങോട്ട് വന്നിട്ട് യങ് മാസ്റ്റർ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഹീറോയുടെ അച്ഛൻ മറ്റൊരാൾ യാങ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പൊക്കെ നോക്കുന്നത്. നീ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് മെഡിസിനെ കുറിച്ചൊക്കെ പഠിച്ച് ബിസിനസ് മുന്നോട്ട് നോക്കണമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഹീറോ എനിക്ക് മെഡിസിനോടൊന്നും താല്പര്യമില്ല, എനിക്കൊരു ഫൈറ്റർ ആവണമെന്ന് പറയുകയാണ്. ഹീറോയുടെ അച്ഛൻ ആ യാങ്ങിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോ എടുത്ത് നീ ഈ ടീ കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ നിൻ്റെ മാസ്റ്ററായി ഏറ്റെടുക്കണമെന്ന് പറയുകയാണ്.
എന്നാൽ ഹീറോ എനിക്ക് ഫൈറ്റർ ആവണം, ഉടനെ തന്നെ ആ മത്സരമൊക്കെ വരാൻ പോവുകയാണ്, എനിക്കതിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ്. എന്തായാലും ഫൈറ്റർ സ്കൂളിൽ ജോയിൻ ചെയ്യണം, എനിക്കതിനെ കൊണ്ട് സാധിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അവൻ്റെ അച്ഛൻ കഴിഞ്ഞ മത്സരത്തിൽ നിൻ്റെ റാങ്ക് എത്രയായിരുന്നു, ഇങ്ങനെ പോയാൽ നീ ഉറപ്പായിട്ടും മരിക്കും, നിൻ്റെ പവർ കൊണ്ട് അതൊന്നും നേടാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. എന്നാൽ അവൻ എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കില്ലായിരിക്കും, എന്നാൽ ഞാൻ തുടർച്ചയായി ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഒരു ദിവസം എന്നെക്കൊണ്ട് അത് സാധിക്കും, ഉറപ്പായും ഞാനത് നേടിയെടുക്കും. ഹീറോ അത്രയൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ അച്ഛൻ നീ ഇപ്പോൾ യാങ്ങിനെ നിൻ്റെ മാസ്റ്ററായി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഹീറോ നല്ല ദേഷ്യത്തിൽ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് പറയുകയാണ്. എങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ യാങ്ങിൻ്റെ മുന്നിൽ പോയി മുട്ടുകുത്തി നിൽക്കുകയാണ്. എൻ്റെ മകനെ നിങ്ങളുടെ സ്റ്റുഡൻ്റായി ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് ആ ചായ എടുത്ത് കൊടുക്കുകയാണ്. യാങ്ങിനും അദ്ദേഹത്തിൻ്റെ വാക്ക് തള്ളിക്കളയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആ ചായ എടുത്ത് കുടിച്ച് ഹീറോയെ സ്റ്റുഡൻ്റായി ഏറ്റെടുക്കുകയാണ്. ഹീറോ ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും ഇനി മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ അവിടെ ജോലി ചെയ്യുന്നൊരു പയ്യൻ ഹീറോയ്ക്ക് ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നീ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ നീ മരുന്നൊക്കെ കട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് കുറച്ച് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. ഹീറോ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാതെ കുറച്ചായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞ് അവിടെ ജോലി ചെയ്യുന്ന അവൻ പോലും ഹീറോയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹീറോ നല്ല ദേഷ്യത്തിൽ ആ മരുന്നൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഫൈറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ, എനിക്കും കുറച്ച് മൂവ്സ് അറിയാമെന്നും പറഞ്ഞ് അവനും കുറച്ച് മൂവ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഹീറോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ മരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ ഞാൻ എന്ത് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാത്തത്? ശരി നീ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ സിഒ മാൻഷനിൽ കൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. സിഒ മാൻഷനിലോ? അതെ, പുതിയ ഫൈറ്റേഴ്സിനുള്ള എൻട്രൻസ് എക്സാം നടക്കാൻ പോകുകയല്ലേ, അതുകൊണ്ടാണ് ഒരു പുതിയതായിട്ട് കുറേ ഹെർബൽസും കൂടെ ഓർഡർ ചെയ്തിരിക്കുന്നത്, നീ അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോ ആ മരുന്നൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പുറത്തു പോയി വളരെയധികം ദേഷ്യത്തിൽ കിടന്ന് അലറുകയാണ്. എത്ര ട്രെയിൻ ചെയ്തിട്ടും എൻ്റെ ശക്തി മാത്രം എന്താണ് വർദ്ധിക്കാത്തതെന്നും പറഞ്ഞ് ഹീറോ വളരെയധികം ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിനിട്ട് ഇടിക്കുകയാണ്. അറിയാതെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിൽ അവൻ്റെ തല തട്ടുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഹീറോ ആ സ്ഥലം നോക്കുമ്പോൾ എന്തോ സ്വർഗ്ഗം പോലെയാണുള്ളത്. ഹീറോയ്ക്ക് എങ്ങനെ ഇവിടെ വന്നതെന്ന് മനസ്സിലാവാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാവാതെ മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ ആരോ ഒരാൾ പുറകിൽ നിന്ന് ഹീറോയുടെ തോളിനെടുത്ത് തട്ടുകയാണ്. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവിടെ കാണാനില്ല. ഹീറോ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുന്നിലായി ഒരു രൂപം നിൽക്കുകയാണ്. കണ്ടിട്ടൊരു ഇമോർട്ടലാണെന്ന് തോന്നുന്നു. ഹീറോ പെട്ടെന്ന് പുറകിലേക്ക് മാറുമ്പോൾ അവനും അവൻ്റെ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിലേക്ക് എടുത്ത് ചാടുകയാണ്. ഹീറോ ആ ഹോളിൽ നിന്ന് നേരെ താഴേക്ക് വീഴാൻ പോകുമ്പോൾ ആ വെള്ളമുടിക്കാരൻ വന്ന് ഹീറോയെ പിടിക്കുകയാണ്. നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്, നീ ആരാണെന്ന് അവൻ ചോദിക്കുകയാണ്. നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലേ, നീ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിൻ്റെ ഓൾഡ് മാസ്റ്ററാണ്. ഓൾഡ് മാസ്റ്ററോ? 7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചല്ലേ, നിങ്ങളപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേതമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ദേഷ്യം വന്നിട്ട് ഹീറോയെ തലകീഴായിട്ട് തൂക്കി നിർത്തുകയാണ്. നീ എന്നോട് മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ, എന്നെ നീ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വേണം വിളിക്കാൻ. ശരി, ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഹീറോയെ താഴേക്ക് ഇറക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ ഈ സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെച്ചു. പുറത്തുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു എന്നാണ്, എന്നാൽ ഞാൻ ഈ സ്ഥലത്ത് വളരെയധികം സേഫ് ആയിട്ടാണുള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നുള്ളൂ. ഇത് ഏത് സ്ഥലമാണെന്ന് ഹീറോ ചോദിക്കുകയാണ്. ഈ സ്ഥലം നിൻ്റെ കയ്യിലുള്ള ആ മോതിരമാണ്. ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള മോതിരമോ? വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിനിടയിൽ നിൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി. പുറത്തുള്ള ആളുകൾ ആ ട്രഷർ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ആ ട്രഷർ മോശമായ ആളുകളുടെ കയ്യിലെത്താതിരിക്കാൻ വേണ്ടി നിൻ്റെ അമ്മയോട് പറഞ്ഞ് എൻ്റെ കൂടെ ആ ട്രഷർ ഞാൻ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് പവർ തന്നുകൊണ്ടിരുന്നു. ഒരാളെ സോൾ പാലസ് കൊന്നു, അതിനുശേഷം മറ്റൊരാൾ സൂയിസൈഡ് ചെയ്തു, അതിനുശേഷമാണ് എനിക്ക് നിന്നെ കിട്ടിയത്. അതിനുശേഷം നിൻ്റെ ശക്തി എടുത്താണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തുടർച്ചയായി 7 വർഷങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ ശക്തി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ, അതിലെന്താ നിനക്ക് സംശയം? ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ വളരെയധികം ദേഷ്യത്തിൽ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങളാണല്ലേ എൻ്റെ ശക്തി എടുത്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ആ ഗ്രാൻഡ് മാസ്റ്ററിനെ ഹീറോ അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ ഒരടി പോലും അദ്ദേഹത്തിൻ്റെ മേത്ത് കൊള്ളുന്നില്ല. അദ്ദേഹം ഇങ്ങനെ മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നീ കാരണം ഞാൻ ഇത്രയും വർഷം അപമാനിക്കപ്പെടുകയായിരുന്നു. എൻ്റെ അമ്മ പോലും നിനക്ക് വേണ്ടിയല്ലേ മരണപ്പെട്ടത്, എന്നിട്ടും അത് നീ കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ച് ഹീറോ വളരെയധികം ദേഷ്യത്തിൽ പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്റർ അവനെ തടഞ്ഞു നിർത്തുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ അവനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. നീ പറ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ കൂടെ പുറത്തേക്ക് വാ, എൻ്റെ അമ്മയുടെ മരണത്തിന് നമുക്ക് പ്രതികാരം വെട്ടാം. എനിക്ക് നിൻ്റെ കൂടെ വരാൻ സാധിക്കില്ല. അന്ന് എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോഴും നിങ്ങൾ ഇവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരുന്നു. അന്നും അമ്മയൊന്നും സഹായിച്ചില്ല, ഇപ്പോഴും നിങ്ങൾ എന്നെ സഹായിച്ചില്ല. ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ ശക്തി എടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുകയാണ്. അന്ന് എനിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് വന്നിരുന്നെങ്കിലും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എനിക്ക് റെസ്റ്റ് എടുക്കണം, നീ പുറത്തേക്ക് പോകുന്നു പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. ഹീറോ ഇപ്പോൾ അവൻ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. അവൻ ആ മോതിരത്തിലേക്ക് വളരെയധികം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഹെർബൽ മാസ്റ്ററിനെ കാണിക്കുകയാണ്. നീ ഒന്നും കൊണ്ട് പേടിക്കണം, നിന്നെ കൊണ്ട് ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഹെർബൽസിനെ കുറിച്ച് പഠിക്കുക, അതിൽ നിനക്ക് വലിയൊരു ആളാവാൻ സാധിക്കും. ഇനി അതും നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നീ ബിസിനസ് പഠിക്കുക, ബിസിനസ് പഠിച്ചാൽ ഇതിൻ്റെ തലപ്പത്ത് തന്നെ നിന്നെ കൊണ്ട് വരാൻ സാധിക്കും. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, എന്തായാലും നീ കടന്നു നോക്കണമെന്നും പറഞ്ഞ് ഹെർബൽ മാസ്റ്റർ ഹീറോയെ ഏൽപ്പിച്ചിട്ട് അവിടെ വന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസമാവുകയാണ്. ഹെർബൽ മാസ്റ്റർ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം വെച്ചിട്ട് പോയ വൈനൊന്നും അവിടെ കാണുന്നില്ല. ഹീറോയും അടുത്തിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വൈനൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഹീറോ എണ്ണിപ്പിച്ച് ഇവിടെ ഇരുന്ന് വൈനൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല.
മാത്രമല്ല ഹീറോയ്ക്ക് മോതിരത്തിൽ ചെറിയൊരു സംശയമുണ്ട്. വൈനൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഹീറോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അവനെ കെട്ടിവെച്ച് തല്ലാൻ തുടങ്ങുകയാണ്. ഇവിടെ ഇരുന്ന വൈനൊക്കെ എവിടെയാണെന്ന് സത്യം പറ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് ആ ഹെർബൽ മാസ്റ്റർ ഹീറോയായിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് വൈനൊക്കെ എവിടെ പോയെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഹീറോ വളരെയധികം ദേഷ്യത്തിൽ ആ മോതിരത്തിൽ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. യങ് മാസ്റ്ററിന് ഇത്രയ്ക്ക് ധൈര്യമോ? ഇവിടെ ഇരുന്ന് വൈനൊക്കെ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ആ ഹെർബൽ മാസ്റ്ററും ഹീറോയായിട്ട് തല്ലുകയാണ്. അവൻ്റെ പണിഷ്മെൻ്റൊക്കെ തീർന്നതിന് ശേഷം ഹീറോ നേരെ ആ മോതിരത്തിനുള്ളിലേക്ക് ചെല്ലുകയാണ്. ഹീറോ വിചാരിച്ചതുപോലെ തന്നെ ആ വൈനൊക്കെ അവിടെ തന്നെയാണുള്ളത്. ആ മാസ്റ്ററും ആ വൈനൊക്കെ കുടിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. ഹീറോ പ്രശ്നത്തിനൊന്നും പോവാതെ അവൻ എപ്പോഴും ഉള്ളതുപോലെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ മാസ്റ്ററും എണ്ണിക്കുന്നുണ്ട്. എണ്ണിച്ച് അവിടെ നിന്ന് വൈൻ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹീറോ കണ്ടത് മനസ്സിലാവുമ്പോൾ പിന്നെയും അവനവിടെ കിടക്കുകയാണ്. എൻ്റെ ഈ ടെക്നിക്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതൊക്കെ ഞാനെന്തിനാണ് പറഞ്ഞിരുന്നത്? നിനക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അത് നീ തന്നെ പഠിക്കണം. ഈ ടെക്നിക്സൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. എൻ്റെ അമ്മയെ നിങ്ങളല്ലേ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ കാരണമല്ലേ, നിങ്ങളല്ലേ തെറ്റായി ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ഗ്രാൻഡ് മാസ്റ്റർ വൈനൊക്കെ ഫ്രീ ആയിട്ട് കുടിക്കുമോ? നിങ്ങൾക്ക് ഞാൻ വൈൻ തരാം, അതിന് പകരം നിങ്ങൾ എന്നെ ടെക്നിക്സ് പഠിപ്പിച്ചാൽ മതിയെന്ന് പറയുകയാണ്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്റർ അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും നിങ്ങളോട് ഒന്ന് പുറത്തേക്ക് വന്നില്ല. എനിക്ക് പ്രതികാരം വിട്ടണം, എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് അതിനും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ടെക്നിക്സൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നുകൂടെ? എനിക്ക് പ്രതികാരം വിട്ടണം. അത് മാത്രമല്ല, എനിക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ. ഇത്രയും വർഷമായിട്ട് നിങ്ങളല്ലേ എൻ്റെ എനർജിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ എനർജി എടുക്കണമെങ്കിൽ എനിക്ക് കുറേ ട്രെയിൻ ചെയ്താൽ മാത്രമല്ലേ സാധിക്കൂ. ഇനി സത്യത്തിൽ നിങ്ങൾക്ക് വല്ലതും അറിയാമോ? അത് ഉറങ്ങി നിങ്ങളുടെ ശക്തിയൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ഈഗോ ഹേർട്ടാവുകയാണ്. അദ്ദേഹം ചാടി വന്ന് അദ്ദേഹത്തിൻ്റെ മാർഷൽ ആർട്ട് ടെക്നിക്കൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അത് വളരെയധികം പവർഫുള്ളാണ്. ഹീറോ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം മൂവ്സൊക്കെ കംപ്ലീറ്റ് ആക്കി താഴേക്ക് വന്നിട്ട് ഇത് പഠിച്ചാൽ നിന്നെ കൊണ്ട് വലിയ ആളാവാൻ സാധിക്കും. എന്നാൽ ഹീറോ, എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കില്ല, നീ ഇവിടെ ഒന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞ് ഗ്രാൻഡ് മാസ്റ്റർ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. എന്നാൽ ഹീറോ, 7 വർഷങ്ങളായിട്ട് നിങ്ങളല്ലേ എൻ്റെ എനർജി എടുത്തുകൊണ്ടിരുന്നത്. ആ എനർജി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇത് പഠിക്കാൻ സാധിച്ചേനെ. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ വേണം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം അഴിച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്റർ ഹീറോയെ തടഞ്ഞിട്ട് ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു താളിയോല എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് പൗലിൻ്റെ 36 സീക്രട്ട് ഹെർബൽ ഫോർമുലയുണ്ട്. ഇത് മാത്രം നീ പഠിച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ നിന്നെ കൊണ്ട് വലിയ ആളാവാൻ സാധിക്കും. എല്ലാവരും നിന്നെ കാണുമ്പോൾ ബഹുമാനിക്കും. മറ്റാർക്കും ഇല്ലാത്ത ശക്തിയും നിനക്ക് കിട്ടും. ഇത് പോരെന്ന് ചോദിച്ചാൽ അവനത് കൊടുക്കുകയാണ്. ഹീറോയും അത് മേടിച്ച് വെച്ചിട്ട് മെഡിക്കൽ ഫീൽഡിലും ഞാൻ വലിയ ആളാവും, അതുപോലെ തന്നെ ഫൈറ്റിങ്ങിലും ഞാൻ വലിയ സ്കിൽസ് നേടിയെടുക്കുമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ഹീറോ തിരിച്ച് വന്ന് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം മേടിച്ച്, എന്തൊക്കെയാണെങ്കിലും ഈ മോതിരം സൂക്ഷിക്കാനുള്ള അവകാശം എനിക്കാണ്, ഇത് ഞാൻ വേണം സൂക്ഷിക്കാനെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ എൻ്റെ എനർജിയൊക്കെ ഊറ്റിയെടുത്ത് നിങ്ങൾ വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചു, അതൊക്കെ എൻ്റെ തലയിൽ തന്നു കരുതി ഞാൻ സഹിച്ചോളാമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ പറഞ്ഞത് കേട്ട ഗ്രാൻഡ് മാസ്റ്റർ ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പുറത്തേക്ക് വരികയാണ്. ഹീറോയുടെ അച്ഛൻ്റെ ആൾ ഹീറോയെ പിന്നെയും അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ കല്യാണപ്രായമായതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ ചില ഗിഫ്റ്റൊക്കെ മേടിച്ച് നളം ക്ലാനിൽ ചേർന്ന് ഇമ്രാനെ പോയി കണ്ടിട്ട് വരാൻ പറയുകയാണ്. എന്നാൽ ഹീറോ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ നീ ഒന്നും തന്നെ പറയണ്ട, നിന്റെ മുത്തശ്ശനും ഇമ്രാൻ്റെ മുത്തശ്ശനും കൂടെ ചേർന്നെടുത്ത് തീരുമാനമാണിത്, അതുകൊണ്ട് തന്നെ നീ അവളെ കണ്ടിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് ഹീറോ അവിടെ ഒന്ന് പറഞ്ഞേക്കാണ്. ഇപ്പോൾ നളൻ ക്ലാൻ കളിക്കുകയാണ്. എൻ്റെ അവളുടെ മുത്തശ്ശനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുത്തശ്ശൻ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൾ ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഈ ലെറ്റർ നോക്ക്, സിയു ഫാമിലി നിന്നെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്നും പറഞ്ഞ് ലെറ്റർ അയച്ചിരിക്കുകയാണ്. ഒരു മറുപടിയും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതേസമയം സിയു ഫാമിലിയെ കാണിക്കുകയാണ്. അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ വേഗം ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയുടെ ജൂനിയറായ സിയു സൂൺ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോയില്ല, എന്നിട്ട് നിങ്ങളെന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതെനിക്ക് വിഷമമൊന്നുമില്ല, ഇതെല്ലാം എനിക്കൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. അതേസമയം ഹീറോയുടെ ക്ലാനിലേക്ക് ഒരു എൽഡർ വരികയാണ്. അദ്ദേഹം വന്നിട്ട് ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന് ഒരു മെഡിസിൻ കൊടുക്കുകയാണ്. ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ക്യൂ എനർജി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. ഇത് കഴിച്ചാൽ നിങ്ങളുടെ 80% ക്യൂ എനർജി തിരിച്ചെടുക്കാൻ സാധിക്കും, എന്നിട്ട് പഴയതുപോലെ ആകാൻ സാധിക്കും എന്ന് പറയുകയാണ്. ഹീറോയുടെ അച്ഛനും അതൊന്ന് നോക്കിയിട്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു ഗിഫ്റ്റോ, ഇതെന്തിനാണ് എനിക്ക് തരുന്നതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.